തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 13-ാം ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞതിനെപ്പറ്റി ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതായത് ഈശോയുടെ ജനനം സകല ജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ നാളുകളാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്മസ് ദർശിക്കുന്നത് ദൈവത്തിന് മാനവരാശികളുടെ സ്നേഹത്തിൻ്റെ വെളിപ്പെടലാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ വലിയ സ്നേഹം വെളിപ്പെടുത്തിയ ദിവസമാണ് ക്രിസ്മസ്. ഈശോയുടെ സ്നേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിന് വരുമ്പുകളില്ലാത്ത, ആരെയും മാറ്റി നിർത്താത്ത സ്നേഹമാണത്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് സ്വയം സമർപ്പിക്കുന്ന സ്നേഹമാണത്. ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണത്. വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണത്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അർപ്പിക്കുന്ന സ്നേഹമാണത്. സ്നേഹമുള്ളവരെ, നാം ക്രിസ്മസ് ഒക്കെ വളരെ നന്നായി ആഘോഷിക്കുമ്പോൾ ഈശോയുടെ ഈ സ്നേഹം എന്നിലും നിങ്ങളിലും തെളിയിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാതിയോ മതമോ പണമോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ, യാതൊരു വരുമ്പുകളുമില്ലാതെ, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പുൽക്കൂട്ടിൽ ആരംഭിച്ച് കാൽവരിയിൽ അവസാനിച്ച ഈശോയുടെ ആ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരും അനുഭവിക്കട്ടെ. ഈശോ പറയുന്നു: നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? പാപികൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടേതല്ലാത്തവരെ സ്നേഹിക്കുവാൻ, അവരെ സ്വന്തമാക്കുവാൻ, അവരിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈ ക്രിസ്മസിൽ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. സ്തുതിയായിരിക്കട്ടെ.